അല്ല, ഈ മായേച്ചി എങ്ങോട്ടാ പോയത്? താരേച്ചിയോട് എന്തേലും പറഞ്ഞായിരുന്നോ? എന്നോട് പറയാനോ? കൊള്ളാം. അവരീ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, അതിന്റെ അഹങ്കാരം കുറച്ച് അവരുടെ കയ്യിലുണ്ട്. പോകാനും വരാനും ആരുടെ അനുവാദം അവർക്ക് ആവശ്യമില്ലല്ലോ. നീ വാ, ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എടുത്ത് കാറി വെക്കാം. അല്ലെങ്കിൽ ഇനി അതിന്റെ ഡിക്കട വായിന്ന് കേക്കും. എന്നാലും ഈ മായേച്ചി ഒന്നും പറയാതെ എവിടെ പോയതായിരിക്കും? ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരണം സർ. അവളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. പോലീസോ? ഈ കൊച്ചിനെ ഞാൻ എവിടെയോ നിങ്ങളാണോ സുധാകരൻ നായർ? അതെ സർ, ഇതെന്റെ ഭാര്യ ആശാലത. എന്താ സർ കാര്യം? കാര്യം എന്താണെന്നൊക്കെ ഇവര് വിശദമായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ മകളെവിടെ? ജ്യോതി, അവളെ വിളിക്ക്. ആ പെരുങ്കള്ളിയെ കൊണ്ടുപോകാനാ ഇവര് വന്നിരിക്കുന്നത്. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. പണോ അധികാരവും ഒക്കെ കയ്യിലുണ്ടെന്ന് കരുതി ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. മോഷ്ടാക്കളെ പിന്നെ എന്ത് ചെയ്യണം? മോഷ്ടാക്കളോ? ആരുടെ കാര്യം സാർ ഈ പറയുന്നത്? സാറിനും ഈ കൊച്ചിനും വീട് മാറിയതായിരിക്കും. വീടും മാറിയിട്ടില്ല, ആളും മാറിയിട്ടില്ല. ആ പെരുങ്കള്ളിയുടെ അച്ഛനും അമ്മയും ഇവര്. ഇയാളും കുടുംബവും കൂടി നടത്തിയ വിദഗ്ധമായ പ്ലാനിംഗ് ആയിരുന്നു ആ മോഷണം. സീതയുടെ വേഷം കെട്ടി വന്ന ഇയാളുടെ മൂത്ത മകളായിരുന്നു സംഘത്തിന്റെ നേതാവ്. ഇവരെല്ലാവരും കൂടി ചേർന്ന അത് മോഷ്ടിച്ചത്. മോഷ്ടിച്ചെന്നോ? ആരെന്ത് മോഷ്ടിച്ചു പറയുന്നത്? സ്വർണവളകൾ. അമരാവതിയിലെ പത്മാവതിയുടെ മുറിയിൽ കടന്നു കയറി അവരെ പറ്റിച്ച് നിങ്ങളുടെ മകൾ ജ്യോതി 2 സ്വർണവളകൾ കവർന്നെടുത്തു. നിങ്ങളെല്ലാം അതിന് കൂട്ടുനിന്നു. മോഷണത്തിനും ഗൂഢാലോചനയ്ക്കുവാ കേസ്. പത്മാവതിയുടെ ഈ മൂത്ത മരുമകൾ മായയാണ് പരാതിക്കാരി. എവിടെ? വിളിക്കുന്ന നിങ്ങളെ മകളെ. അത് മാത്രമല്ല സർ, വഞ്ചനാ കുറ്റത്തിന് ഇവരുടെ പേരിൽ കേസെടുക്കണം. DKയുടെ പണം കണ്ട് മോഹിച്ച് DK കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചാണ് ഇവരുടെ മകൾ അമരാവതിയിലേക്ക് കടന്നു കയറിയത്. അവിടെ വെച്ച് അവളുടെ കള്ളവേഷം അഴിഞ്ഞു വീണപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. എല്ലാം കള്ളക്കൂട്ടങ്ങളായിരുന്നെന്ന്. പെണ്ണേ, ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല, പക്ഷെ അത് നീ താങ്ങത്തില്ല, പറഞ്ഞേക്കാം. പോലീസിനെ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട. ആരുടെ ഒന്നും മോഷ്ടിക്കേണ്ട ഒരാവശ്യവും ഈ കുടുംബത്തിനില്ല. സർ, ഇവരുടെ പരാതി കള്ളമാണ്. ഞങ്ങൾ ആ വീട്ടിൽ പോയി എന്നുള്ളത് നേരാണ്. നല്ല അന്തസ്സും അഭിമാനമുള്ള കുട്ടികളായിട്ടാണ് സാർ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്. അവരാരുടെ ഒന്നും മോഷ്ടിക്കത്തില്ല. ഞങ്ങളെ അപമാനിക്കരുത് സാർ. വാടക്കട പന്നക്കളവാ.
മകളെ വേഷം കെട്ടിച്ച് സ്വർണം മോഷ്ടിച്ചിട്ട് നിന്ന് തത്വജ്ഞാനം പറയുന്നു. സർ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അദ്ദേഹം ഒരു രോഗിയാ. എല്ലാത്തിനും രോഗം ഞാൻ മാറ്റിത്തരാം. മര്യാദയ്ക്ക് പറയടോ, അമരാവതിയിൽ നിന്ന് മോഷ്ടിച്ച 2 സ്വർണ്ണവളകൾ എവിടെ? വിറ്റോ അതോ പണയം വെച്ചോ? സത്യം പറഞ്ഞോണം. കോടീശ്വരന്മാരുടെ വീട് നോക്കി കള്ളപ്പേരിലും കള്ളവേഷത്തിലും ചെന്ന് മോഷ്ടിക്കുന്നത് ഇവരുടെ സ്ഥിര ഏർപ്പാടാ സാറേ. എടി, ദൈവദോഷം പറഞ്ഞ നിന്റെ നാവ് പുഴുത്തു പോവും. സർ, ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. അവിടെ സംഭവിച്ച എന്താണെന്ന് ഞാൻ പറയാം. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാ ഞങ്ങളുടെ മോൾ അവിടെ പോയത്. കേട്ടില്ലേ സാർ? ഇപ്പൊ പൂച്ചു പുറത്തു വന്നത് കണ്ടില്ലേ? സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണ് പോലും. അതിന് ഞങ്ങൾ സിനിമ എടുക്കണമെന്ന് ഇവരോട് ആരാ പറഞ്ഞത്? ഞങ്ങളോട് ജാനകി എന്ന് കള്ളപ്പേര് പറഞ്ഞിട്ടാ ഇവരുടെ മകൾ ഞങ്ങളുടെ വീടിനകത്ത് കയറി മോഷണം നടത്തിയത്. ഇവരോട് ആ കള്ളിപ്പെണ്ണിനെ വിളിക്കാൻ പറ സർ. ഇവരവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും. പറയടോ, എവിടെ നിങ്ങളുടെ മകൾ? ദേ, എല്ലാത്തിനും അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞോ, അവൾ എവിടെ പോയി? എടി പെരുങ്കള്ളി ജ്യോതി, മര്യാദയ്ക്ക് ഇറങ്ങി വാടി. ചെന്ന് അവനോട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ട് വേണം വരാൻ. ഇവിടെ വച്ചത് അവസാനിപ്പിച്ച തൽക്കാലത്തെ വേദനയുണ്ടാവുള്ളൂ. പക്ഷെ ഇനിയും നീ അവനെ വിശ്വസിച്ച ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും. അറുത്ത് കളയേണ്ടത് കളയുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തിൽ കണ്ണിയായി പടർന്നു കയറി നാശം വിതയ്ക്കാൻ ആരെയും നമ്മൾ അനുവദിക്കരുത്. അവനൊരു ക്യാൻസറാ. നിന്റെ ജീവിതത്തെ കാർന്നു തിന്ന് നശിപ്പിക്കാനാ അവൻ ശ്രമിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ അതിനെ മുറിച്ചു മാറ്റി ദൂരെ കളയണം. ഇനി മേലിൽ നിന്റെ പിന്നാലെ വരരുതെന്ന് തറപ്പിച്ചു പറയണം. ഈ കരച്ചിലിന് ഇന്നത്തോടുകൂടി അവസാനം വേണം. അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നവന്റെ മുമ്പിൽ തോറ്റുകൊടുത്ത പിന്നെ ജീവിതം മുഴുവൻ കണ്ണീര് മാത്രമേ ബാക്കിയുണ്ടാവൂ. ചെല്ല ചെല്ല. മതി, കള്ളക്കണ്ണീരാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതൊക്കെ മോഷ്ടിക്കാൻ പോകുന്നതിനും ആലോചിക്കണമായിരുന്നു. തൽക്കാലം നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. നമ്മൾ വരുന്നത് എങ്ങനെയോ മുൻകൂട്ടി മനസ്സിലാക്കി മക്കളെ രണ്ടുപേരെയും ഇവരെ എവിടെയോ ഒളിപ്പിച്ചതാണ് സാർ. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ മോഷ്ടിച്ച സ്വർണവളകൾ 2 എവിടെയാണെന്ന് ഇവര് തന്നെ പറയും. മാഡം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാത്ത തെറ്റേറ്റ് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ ഞങ്ങളുടെ പേര് ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി തന്നെ സ്വീകരിക്കേണ്ടി വരും. നിയമം ഒരാൾക്ക് മാത്രം സ്വന്തമല്ലല്ലോ സാർ. നാട്ടിലെ എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലല്ലേ? വാ എടക്കടാ, ഇനി വാ തുറന്ന നിന്റെ 6ാം വാരി ഞാൻ അളക്കും. മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ട് പൗരധർമ്മം പറയുന്നു. ഇടോ, തന്റെ മകൾ ആ വളകൾ മോഷ്ടിച്ചു എന്നുള്ളത് നേരെ തന്നെയാ. അത് തെറ്റാണ് സാർ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ ആ വളകൾ ആ അമ്മയെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. ഇവരോടല്ല, ആ അമ്മയോട് പോയി ചോദിക്കണം.
അപ്പൊ സത്യം അറിയാം. അതിന് ആ വളകളാണ് മോഷ്ടിച്ചതെന്ന് ആര് പറഞ്ഞു? മുറിയിൽ വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ വാങ്ങിയത് 4 വളകളാണ്. പിടികൂടിയപ്പോ അതിൽ 2 എണ്ണം തിരികെ നൽകി. ബാക്കി 2 വളകൾ എവിടെ? സർ, 2 വളകളും കൂടെ ഉദ്ദേശിച്ച് ഒരു 10 പവൻ വരും. 10 പവൻ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം 5-6 ലക്ഷം രൂപയെങ്കിലും വരും. ഈ വീട് മുഴുവനൊന്ന് പരിശോധിച്ചു നോക്കണം. ആ വളകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. സെർച്ച് ചെയ്യ്. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഈ കണ്ണീര് കാണിക്കാനാണോ? നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ല ഞാൻ പറഞ്ഞത്. നീ എന്തിനാ ചേച്ചിയും കൊണ്ട് വന്നത്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ പറയുന്നേക്ക്, ആ കണ്ണും തുടക്കേ. നീ ഇങ്ങനെ കരയാൻ മാത്രം എന്താ സംഭവിച്ചത്? നിന്റെ വഞ്ചനയും ചതി ഇവൾക്ക് മനസ്സിലായതുകൊണ്ട്. ഉള്ളു തുറന്ന് നിന്നെ സ്നേഹിച്ചവളാ എന്റെ അനിയത്തി. സ്വന്തം ജീവനേക്കാളേറെ നിന്നെ വിശ്വസിച്ചവളാ. അതുകൊണ്ടാ അന്ന് ആ സമ്മാനം കൊണ്ട് വീട്ടിൽ വരാൻ പോലും ഇവള് സമ്മതിച്ചത്. എന്നിട്ട് നീ ഇവളോട് എന്താ ചെയ്തത്? ദയയുടെ ഒരു കണിക പോലും ഇല്ലാതെ നീ ഇവളെ ചതിച്ചില്ലേ? നിനക്ക് പറഞ്ഞു മയക്കി വഞ്ചിക്കാനും ഒടുവിൽ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയാനും ഇനി എന്റെ അനിയത്തെ കിട്ടില്ല. ഇനി മേലിൽ ഇവളുടെ പിന്നാലെ നീ വരരുത്. ഇവിടെ അവസാനിപ്പിക്കണം നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും. ഇത് നിന്റെ മുഖത്ത് നോക്കി പറയാനാ ഞാൻ ഇവളെയും കൂട്ടി വന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഒരിക്കലും പ്രിയയെ ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചിട്ടില്ല. കല്യാണം കഴിച്ച ഒരു ഭാര്യയുള്ള നീ പിന്നെ എന്തിനാ എന്റെ അനിയത്തിയുടെ പിന്നാലെ വരുന്നേ? ചതിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് പറയടാ. പ്രിയേ, നീ തന്നെ പറയ്. എല്ലാ കാര്യങ്ങളും നിന്നോട് ആദ്യം തന്നെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നല്ലേ? ഏതെങ്കിലും തരത്തിൽ ഞാൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നെഞ്ചിത്തൊട്ട് നിനക്ക് പറയാൻ സാധിക്കൂ? 100% ആത്മാർത്ഥതയോടെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുള്ളത്? ഓ, നിന്റെ അഭിനയം ഗംഭീരം. ഇത് വല്ല നാടകത്തിലോ സിനിമയിലോ ആയിരുന്നെങ്കിലേ അവാർഡുകൾ നീ ഒരുപാടങ്ങ് വാരി കൂട്ടിയേനെ. പക്ഷേ എന്റെ മുമ്പിൽ ഈ അഭിനയം ഒന്നും വില പോവില്ല എന്ന് നീ ഓർത്തോ? സ്വന്തം ഭാര്യ സാഡിസ്റ്റ് ആണെന്നും അവള് നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നീ പാവത്തിന്റെ സിമ്പതി പിടിച്ചു പറ്റി. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, ആ പണിയാ നീ ഇപ്പൊ ഇവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പത്തിയുടെ വലയിൽ കുരുക്കി നീ ഈ പാവത്തിനെ ട്രാപ്പിലാക്കി. മതി, ഇനി നിർത്തിക്കോ. നിന്നെയും നിന്റെ ഭാര്യയും ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാ. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തതാ. യഥാർത്ഥ സാഡിസ്റ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പാവത്തിനത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ആളുകളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചേച്ചി ഇവൾക്കുണ്ട്. അത് നീ മറക്കരുത്. പ്രിയേ, എന്തൊക്കെയാ നിന്റെ ഈ ചേച്ചി പറയുന്നത്? നിന്നോടൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. പരസ്പരം മനസ്സിലാക്കിയ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത്. എന്നിട്ടും ഞാൻ സാഡിസ്റ്റാന്നാ നിന്റെ ചേച്ചി പറയുന്നത്. പറയൂ പ്രിയേ, ഞാനൊരു സാഡിസ്റ്റാണോ? ഞാനൊരു ഫ്രോഡാണോ? നിനക്കെന്നെ അറിയില്ലേ പ്രിയേ?
നീ തന്നെ പറ, നിന്റെ ചേച്ചിയോട് പറ. ഇവരെ നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ നോക്കുക. അത് പറ്റില്ലെന്ന് പറ പ്രിയെ. പ്ലീസ് പ്രിയെ, നീ എന്റെ ജീവന. എനിക്ക് നിന്നെ വേണം പ്രിയെ, എനിക്ക് നിന്നെ വേണം. ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം പ്രിയ. നീ എന്റേത് മാത്രം. ചേച്ചി നിന്നെ പോരുത് നെയ്യ. ഇവനിപ്പോ ഈ കാണിച്ചതിന്റെ പേര് സ്നേഹമൊന്നല്ല, ഭ്രാന്താ, തനി ഭ്രാന്ത്. ഒന്ന് നീ ഓർത്തോ, സ്നേഹം ഒരിക്കലും ഭ്രാന്താവില്ല. നിന്റെ ഈ ഭ്രാന്തിന് ഒരിക്കലും ഇവളോടുള്ള സ്നേഹം ആവാനും പറ്റില്ല. നീ എന്താ കരുതിയത്? ഒരു കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്റെ അനിയത്തെ നിന്റെ രണ്ടാം ഭാര്യയാക്കാനോ? ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇനി നീ ഇവളുടെ പിന്നാലെ വന്ന ഞാൻ നേരെ നിന്റെ വീട്ടിൽ കയറി വരും. നിന്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയും ചെയ്യും. എന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി ചതിക്കാൻ ശ്രമിച്ചതിനെ പോലീസിൽ പരാതി നൽകും. പിന്നെ നീ ജയിലിനകത്താ. അവിടെ തീരും നിന്റെ ഈ സൂപ്പർ സ്റ്റാർ അഭിനയം. പ്രിയേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? ഞാൻ നിന്നോട് തെറ്റും ചെയ്തിട്ടില്ലാന്ന് നീ തന്നെ പറയും. നിന്റെ മനസ്സില് എന്നോടുള്ള സ്നേഹം എവിടെ പോയി? ഈ ചേച്ചിയെ പേടിച്ചിട്ടാണോ നീ ഒന്നും പറയാത്തത്? നീ വല്ലാതങ്ങ് അഭിനയിച്ച് തകർക്കണ്ട. ഇവളെ പോലൊരു പാവം ഇതുവരെ നിന്നെ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ നീ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലായി. അതോടെ ആ വിശ്വാസം അങ്ങ് തീർന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ ഡയലോഗൊക്കെ വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയോട് പറഞ്ഞ അവര് ചിലപ്പോ വിശ്വസിക്കും. ഈ നിമിഷം മുതൽ ഇവള് നിന്റെ ആരുമല്ല. ഇനി നീ ഇവളെ വിളിക്കരുത്. ഇരുളിന്റെ മറവിൽ കള്ളനെ പോലെ ഇവളെ കാണാനും വരരുത്. ഇത് കേൾക്കാതെ ഇപ്പൊ നീ പറഞ്ഞ 4-ാം കിട പൈങ്കിളി വർത്താനം കൊണ്ട് എന്റെ അനിയത്തിയുടെ 7 അയൽവക്കത്തെങ്ങാനും വന്ന അതോടെ തീർക്കും ഞാൻ നിന്റെ കഥ. വടി വരാൻ. നിങ്ങളെ മാത്രമല്ല, ഇതിന്റെയൊക്കെ പിന്നിലെ ആ കാഞ്ഞ ബുദ്ധിക്കാരിയില്ലേ ജ്യോതി, അവളെ അവളുടെ അനിയത്തെയും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോകും. എന്നാ പിന്നെ പോവാം. സർ, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവല്ലേ, അതൊക്കെ ഞങ്ങൾ ഉണ്ടായിക്കോളാം. അതിനുള്ള മിടുക്കന്മാര് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നടക്ക്. സാർ, ദയവേത് ഞങ്ങൾ അപമാനിക്കരുത്. ഞങ്ങൾ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. എന്തിനാ ഇനി ഇവരുടെയൊക്കെ കാല് പിടിക്കുന്നേ?
ഈ വയസ്സുകാലത്ത് നിങ്ങളുടെ മകൾ കാരണം ജയിലിൽ കിടന്ന് നരകിക്കാനായിരിക്കും യോഗം. അനുഭവിക്കുക തന്നെ, അല്ലാതെന്താ? മകളെ വലിയ സിനിമാ നടിയാക്കി പേരും പ്രശസ്തി ഉണ്ടാക്കാൻ പോയതല്ലേ നിങ്ങള്? ഇപ്പൊ നല്ല പേരും പ്രശസ്തിയും കിട്ടിയല്ലോ. മോഷ്ടാക്കൾ, പെരുങ്കള്ളികൾ, ഗൂഢാലോചനക്കാർ, എല്ലാം നല്ല പേരുകളല്ലേ? ഇതെല്ലാം ഞാനും കൂടി അനുഭവിക്കേണ്ടി വന്നല്ലോ എന്റെ ദൈവമേ. ഇതൊക്കെ മോഷ്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് ആലോചിക്കണം. DK പോലൊരാളെ പറ്റിച്ചിട്ട് ഈസി ആയിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ നിങ്ങള്? DK